ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഈ ഒരു സ്നേഹം തിരിച്ചറിയാതിരിക്കുന്നത്, എന്തുകൊണ്ടാണ് അവർ നിങ്ങളെ മനസ്സിലാക്കാതിരിക്കുന്നത്, എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലോസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്ക്. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സ്നേഹം തിരിച്ചറിയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്, അവർക്ക് നിങ്ങളുടെ സ്നേഹം ഒരു ആത്മാർത്ഥമായ സ്നേഹമാണ് എന്ന് മനസ്സിലാക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് അവർ നിങ്ങളുടെ സ്നേഹം തിരിച്ചറിയാതെ പോകുന്നത്, അവർക്ക് നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാനായിട്ട് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്, നിങ്ങളുടെ അവരോടുള്ള ആത്മാർത്ഥമായ സ്നേഹം അവർ തിരിച്ചറിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് തിരിച്ചറിയാത്തത്, നിങ്ങളുടെ സ്നേഹം എന്തുകൊണ്ടാണ് അവർ മനസ്സിലാക്കാത്തത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ആ ഒരു സ്നേഹം തിരിച്ചറിയാതെ പോകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവരത് മനസ്സിലാക്കാതിരിക്കുന്നത്, അവർക്ക് എന്തുകൊണ്ടാണ് ആ ഒരു സ്നേഹം മനസ്സിലാക്കാനായിട്ട് സാധിക്കാത്തത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, മാസ്റ്റർ കാർഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 4 of Swords ആണ് നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു സെപ്പറേഷനിലായിരിക്കാം, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട്, നോ കോണ്ടാക്ട്, ആ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന, നല്ല രീതിയിലല്ലാത്ത തരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സ്റ്റാറ്റസ് അങ്ങനെയായിരിക്കാം. അപ്പോൾ ഈ ഒരു പേഴ്സണിൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്ന ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുകയും അധികം തനിക്ക് പറ്റുന്നതിൽ കൂടുതൽ വർക്കുകൾ എടുത്തിട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒരു എഫേർട്ട് ഇട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അവർക്ക് താങ്ങാവുന്നതിൽ കൂടുതൽ ഭാരം വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. ഈ വർക്കുകളൊക്കെ അവർ ഷെയർ ചെയ്യാനായിട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ആരും ഈ ഒരു റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഏറ്റെടുക്കാനായിട്ട് തയ്യാറാകുന്നില്ല. അവരുടെ ലൈഫിൽ ചിലപ്പോൾ അവരായിരിക്കാം അവരുടെ ഒരു വീട്ടിലെ ഏറ്റവും മുതിർന്ന വ്യക്തി, ചിലപ്പോൾ അവരായിരിക്കാം. അതുകൊണ്ടൊക്കെ തന്നെ സാമ്പത്തികപരമായ കാര്യങ്ങളും ബാക്കി എല്ലാ വീട്ടിലെ ഉത്തരവാദിത്തങ്ങളും എല്ലാ കാര്യങ്ങളും അവർ നോക്കേണ്ടുന്ന ഒരവസ്ഥയായിരിക്കാം അവർക്കുള്ള. അത്തരത്തിലുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഈ ഒരു പ്രോബ്ലംസ് എല്ലാം, അവരുടെ പ്രോബ്ലംസും അവരോട് ചേർന്ന് നിൽക്കുന്ന മറ്റാളുകളുടെ പ്രോബ്ലംസും എല്ലാം സോൾവ് ചെയ്ത് കൊടുക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. അതിൻ്റെതായ സ്ട്രഗിൾസ് ഒക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജി വരുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് നിങ്ങളുടെ ഏറ്റവും നല്ല ഒരു സമയത്താണ്. നിങ്ങൾക്കൊരു ഇങ്ങോട്ടേക്ക് ഈ പേഴ്സൺ വന്നിട്ട് ഒരു പ്രപ്പോസലൊക്കെ തന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരികയാണ് ഉണ്ടായത്. നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ വളരെ ഇഷ്ടമായിരുന്നിരിക്കാം. പക്ഷെ നിങ്ങളത് എങ്ങനെ ഈ വ്യക്തിയോട് പറയും, അല്ലെങ്കിൽ ഈ ഒരു ആഗ്രഹം എങ്ങനെ പറയും എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു നല്ല ഡ്രീം ഉണ്ടായിരുന്നു, ഈ വ്യക്തി ഒരു ലൈഫ് പാർട്ട്ണറായിട്ട് വരണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുമായ റിലേഷൻഷിപ്പിൽ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന സമയത്ത് ഇവരായിട്ട് നിങ്ങളോട് വന്ന് പറഞ്ഞ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളൊരു കാര്യമായിരിക്കാം. അപ്പോൾ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ഡ്രീം റിയാലിറ്റിയിലേക്ക് വന്നു എന്ന ആ ഒരു അവസ്ഥയിൽ, ആ ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കും കടന്നു പോയിട്ടുണ്ടാകും. ഓക്കെ, അങ്ങനെയായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഒത്തിരി ആഗ്രഹത്തോടെ, നിങ്ങൾ ഒത്തിരി സ്നേഹിച്ച് ഇപ്പോഴും നിങ്ങൾ ഈ ഒരു പേഴ്സണെ വളരെയധികം സ്നേഹിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി. അപ്പോൾ വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതിൻ്റെ മാക്സിമം സ്നേഹവും എല്ലാം കൊടുത്ത് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സണും അങ്ങനെ തന്നെയാണ് ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നത്. പക്ഷെ ഈ ഒരു കാർഡിൽ നമുക്കൊരു ജലസ്, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് വന്ന് ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോഴും, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നും, സ്റ്റാർട്ട് ചെയ്തതിന് ശേഷവും, അതായത് ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ തുടങ്ങുന്ന സെപ്പറേഷനിലായിരുന്ന സമയത്തും ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നപ്പോഴും അതിനുശേഷവും ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഏതോ 1-2 ആളുകൾ
ആ ഒരു ആളുകൾക്ക് നിങ്ങളുടെ പേഴ്സണോട് ചിലപ്പോൾ സ്നേഹം ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നിരിക്കാം. ഇത് ഒന്നുമല്ലെങ്കിൽ നിങ്ങളോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ നിങ്ങൾ വേറൊരാളുടെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത് അവർക്ക് ഒരു ജലസ് തോന്നാനുള്ള ചാൻസ് ഉണ്ട്. എന്തോ അങ്ങനെ ഒരു രണ്ട് വ്യക്തികളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു രണ്ട് പേഴ്സൺസ് ആണ് ഇവിടെ കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരെ വലുതാക്കുന്നത് ആ ഒരു കോമൺ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണും അറിയാവുന്ന ഒരു കോമൺ ആയിട്ടുള്ള ആളുകളുണ്ട്. ആ കോമൺ ഫ്രണ്ട്സ് ആയിരിക്കാം, ആര് തന്നെയാണെങ്കിലും അവരാണ് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം കൂടുതൽ വലിയ ഒരു പ്രശ്നങ്ങളിലേക്ക് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ കൊണ്ടുപോകുന്നത് എന്നാണ് നമുക്ക് ഈ ഒരു കാർഡിൽ നമുക്ക് അങ്ങനെ ഒരു എനർജി കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് ഇവർക്ക് ആദ്യമൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നെങ്കിലും ഇപ്പൊ ഇവർക്ക് നിങ്ങളുടെ ആ ഒരു സ്നേഹം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം അവരുടെ കണ്ണ് കെട്ടിയ ഒരു അവസ്ഥയിലാണ് അവരുള്ളത് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവരുടെ ഇമോഷൻസ് എല്ലാം ബ്ലോക്ക് ആയിരിക്കുകയാണ്. അവർക്ക് ശരിക്കും അവരുടെ മുന്നിൽ നടക്കുന്ന സത്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കാണാനായിട്ട് സാധിക്കുന്നില്ല. അത് ചില സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കാം. ചിലരുടെ സംസാരം, നിങ്ങളെക്കുറിച്ചുള്ള മറ്റു ആളുകളുടെ സംസാരങ്ങൾ അവർ വിശ്വസിച്ചു, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അവർ കണ്ടപ്പോൾ അതിൻ്റെ തെറ്റിദ്ധാരണകൾ കൊണ്ടായിരിക്കാം. എന്തുകൊണ്ടായിരുന്നാലും അവരുടെ കണ്ണ് ഇപ്പൊ മൂടിയിരിക്കുന്നു. അവരുടെ ഇമോഷൻസ്, നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ആ ഒരു സ്നേഹം എന്ന് പറയുന്ന ആ ഒരു ഇതൊന്നും, വികാരങ്ങളൊന്നും അവർക്ക് കാണാൻ കഴിയാത്ത ഒരവസ്ഥയാണ് അവർക്ക് ഇപ്പോൾ ഉള്ളത് എന്നാണ് കാണുന്നത്. ഓക്കെ, സത്യം എന്താണ് അവരുടെ മുന്നിൽ നടക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാകാനേ പറ്റുന്നില്ല. ഒരു പുക മറയാണ് അവർക്ക്. ആ ഒരു പുക മറയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ അവർക്കെല്ലാം നുണയായിട്ടാണ് കാണാനായിട്ട് പറ്റുന്നത്. യഥാർത്ഥ സത്യം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ണ് കിട്ടിയത് അവർക്ക് സ്വയമായിട്ട് എടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ. അതായത് അവരോട് ഏതൊക്കെ രീതിയിലാണോ നിങ്ങളിലേക്ക് എത്തപ്പെടാതെ അവരെ തടഞ്ഞു നിർത്തുന്ന ആളുകളോ സിറ്റുവേഷൻസോ എന്ത് തന്നെയാണെങ്കിലും അതെല്ലാം മറികടന്നുകൊണ്ട് നിങ്ങളിലേക്ക് അവർക്ക് വരാവുന്നതേ ഉള്ളൂ. പക്ഷെ ഈ ഒരു കണ്ണ് കെട്ടിയിരിക്കുന്ന ആ ഒരു സംഭവം, ആ സിറ്റുവേഷൻ അവരെടുത്ത് മാറ്റാനായിട്ട് അവർ തയ്യാറാകുന്നില്ല. അതാണ് തൻ്റെ കംഫർട്ട് സോൺ, അതാണ് തൻ്റെ ട്രൂത്ത്, ശരി എന്ന് കരുതി അവരവിടെ തന്നെ നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാനോ ഒന്നും സാധിക്കുന്നില്ല. കറക്റ്റായിട്ട് ഡിസിഷൻസ് അവർ എടുക്കുന്നില്ല. എടുക്കുന്ന ഡിസിഷൻസ് എല്ലാം തെറ്റായി പോകുന്നു. പിന്നെ ഇനി ഒരു ഡിസിഷൻ എടുക്കാൻ തന്നെ അവർക്ക് ഭയങ്കര പേടിയാണ്. കാരണം നിങ്ങളുടെ ഒരു ക്യാരക്ടറും അതുപോലെ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻസും നിങ്ങളെക്കുറിച്ചുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും ഒക്കെ അവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന ആളുകൾ വളരെ മോശമായ രീതിയിലാണ് അത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇനി അതെല്ലാം ഉപേക്ഷിച്ചിട്ട് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് കണ്ടുപിടിക്കാനോ അല്ലെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങളോട് ചോദിക്കാനോ ഒന്നും അവർ തയ്യാറാകുന്നുമില്ല. അത്തരത്തിലുള്ള എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് തന്നെയാണ് കറക്റ്റ്. അവരെന്തുകൊണ്ട് നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഇത്രയും ഒരു എഫേർട്ട് ഇട്ട്, ഇത്രയും ഒരു സ്നേഹത്തിൽ ഞാനൊരു പേഴ്സൻ്റെ അടുത്ത് നിന്നിട്ട് ഇത്രയും എൻ്റെ എല്ലാ ഒരു ശക്തിയും അല്ലെങ്കിൽ എൻ്റെ എല്ലാ പവറും എൻ്റെ എനർജീസും ഒക്കെ ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി കൊടുത്തിട്ടും ഈ ഒരു പേഴ്സൺ എന്തുകൊണ്ട് എന്നെ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒഴിവാക്കി വിടുന്നു അല്ലെങ്കിൽ മാറ്റി വിടുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ആ ഒരു കാര്യം തന്നെയാണ് നമ്മളിവിടെ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ആളുകൾ ചേർന്നിട്ട് കുറച്ച് ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻ, അത് കറക്റ്റായിട്ട് എന്താണ് ആ ഒരു കാര്യം എന്ന് എനിക്കറിയില്ല. എന്ത് കാര്യമാണെങ്കിലും എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് അവർക്ക് നിങ്ങളോട് ഒരു ജലസ് ഉണ്ട്. ആ ഒരു രീതിയിൽ ഒരു പേഴ്സണെ അവർ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ചിലപ്പോൾ അത് ഫാമിലി മെമ്പേഴ്സ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ സ്നേഹം എന്താണ്, ശരിയായിട്ടുള്ളതാണോ അല്ലയോ ഒന്നൊന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, 6 ഓഫ് കപ്പിന്റെ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണും നിങ്ങളുമായിട്ട് ചിലപ്പോൾ ചൈൽഡ്ഹുഡിലൊക്കെ നിങ്ങൾ ഒരുമിച്ച് പഠിച്ചവരോ അല്ലെങ്കിൽ ഒരുമിച്ച് ജോലി ചെയ്തവരോ അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്നതിന് മുന്നേ തന്നെ അറിയാവുന്ന വ്യക്തികളായിരിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ ഒരു കോപ്പറേഷനോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് ഒരു ചേഞ്ച് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റുന്ന ഒരു സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും കൂടി പണ്ട് നിങ്ങളായിരുന്ന ആ ഒരു സിറ്റുവേഷനിലേക്കോ അല്ലെങ്കിൽ ആ ഒരു സ്ഥലങ്ങളിലേക്കോ ആ ഒരു ഇടങ്ങളിലേക്കൊക്കെ ഒന്ന് ഒരുമിച്ച് യാത്ര ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ ഇതിനകത്ത് മാറ്റങ്ങൾ വരാനുള്ളൊരു ചാൻസ് ഇവിടെ കാണുന്നുണ്ട്.
അങ്ങനെയുള്ള ഒരു മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാണ് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഗൈഡൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ആ ഒരു മെമ്മറീസ് ഒക്കെ പാസ്റ്റിൽ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു മെമ്മറീസ് ഒക്കെ ഇവർക്ക് വീണ്ടും മനസ്സിലാകുകയും അപ്പൊ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന്റെ ആഴമൊക്കെ ഇവർക്ക് മനസ്സിലാകുകയും ഒക്കെ ചെയ്യാനുള്ള ഒരു ചാൻസ് ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ ഒരു ഗൈഡൻസ് മെസ്സേജ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 6 ഓഫ് സോഡ്സിന്റെ ഒരു കാർഡാണ്. ഇവിടെ ഇവരുടെ ഫാമിലിയിൽ നിന്നുള്ള ആളുകളുടെ കൂടുതലായിട്ടൊരു പുറത്തു നിന്നുള്ള ഒരു ഫോഴ്സ് വരുന്നുണ്ട്. ഇവരെ അങ്ങോട്ട് പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നു. നിങ്ങളുടെ അടുത്ത് നിന്ന് മാറ്റിക്കൊണ്ട് പോകുന്നത് ഫാമിലിയിലുള്ള ആളുകളാണ് എന്നുള്ളൊരു ക്ലാരിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അവർ പറയുന്ന രീതിയിൽ അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇത് ഫാമിലിയിലെ ഒരു ഈ ഒരു ഫാമിലിയിലെ ഈ ഒരു പേഴ്സന്റെ ഫാമിലിയിൽ അവരാണ് ഈ ഫാമിലിയിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരാൾ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഫാമിലിയിലുള്ളവർ എല്ലാവരും ചേർന്നിട്ട് ഡിസിഷൻ പറയുമ്പോൾ ഈ വ്യക്തിക്ക് അവിടെ നിൽക്കേണ്ടതായിട്ട് വരും. അവരുടേതായ ഒരു ഡിസിഷനിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. അപ്പോൾ അതായിരിക്കാം ഈ ഒരു ഫാമിലിയിലുള്ള ആളുകളാണ് ഈ ഒരു വ്യക്തിയെ കൂടുതലായിട്ടും വലിച്ച് കൊണ്ടുപോകുന്നത് നിങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവരെല്ലാവരും കൂടി നിർബന്ധിച്ച് ഈ വ്യക്തിയെ ഒരു ട്രാവൽ ചെയ്യിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു മാറ്റം ഇവർക്കുണ്ടായാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ആ വ്യക്തി മാറിപ്പോകും എന്ന രീതിയിൽ ഒരു രാജ്യത്തിന് വെളിയിലേക്കൊക്കെ ജോലിക്ക് വിടാനായിട്ടോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾക്ക് മാറ്റി നിർത്താനായിട്ട് ഈ ഒരു പ്രശ്നത്തിൽ നിന്നൊക്കെ ഒന്ന് എസ്കേപ്പ് ചെയ്യിപ്പിച്ചിട്ട് ഓടിച്ചു വിടുക എന്നൊക്കെ പറയുന്ന പോലെ മാറ്റി വിടുകയാണ്. ഈ ഒരു ഫാമിലിയിലുള്ള ആളുകൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്തു എന്ന രീതിയിൽ അവരെ മാറ്റിക്കൊണ്ട് പോകുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇത്രയും ആളുകൾ ഇതിനകത്ത് വന്ന് നിങ്ങൾക്ക് രണ്ടുപേരുടെയും നടുവിലായിട്ട് നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു പേഴ്സൺ ശരിക്കും കൺഫ്യൂസ്ഡ് ആണ്. അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റാത്ത ഒരു അവസ്ഥയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങളുടെ ഒരു സ്നേഹം അവരെ തിരിച്ചറിയാതെ പോകുന്നത് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ 7 ഓഫ് വാൻസിന്റെ ഒരു എനർജി റിവേഴ്സ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അവര് ശരിക്കും അവര് ഒരു പെട്ട അവസ്ഥയിലാണ് ഉള്ളതെന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം ഇവരുടെ ചുറ്റുമുള്ള ആളുകൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ എതിർത്ത് നിന്നിരുന്ന ആളുകളുമായിട്ട് ഈ വ്യക്തി പരമാവധി ഫൈറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടേതായ നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളെ അവരുടെ ലൈഫിൽ പിടിച്ചു നിർത്താനായിട്ട് ഇവർ പരമാവധി ശ്രമിച്ചു. പക്ഷെ ഇപ്പോൾ ഇവർക്ക് ലാക്ക് ഓഫ് കറേജ് ആണ്. അവർക്ക് ഒരു കറേജ് ഇല്ലാത്ത അവസ്ഥയിലാണ്. പരമാവധി അവർ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇവരോടൊപ്പം നിൽക്കേണ്ട ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഈ വ്യക്തി. പക്ഷെ അതൊക്കെ ഒരു ഫലം കാണാനായിട്ട് സാധിച്ചില്ല. ഇപ്പൊ അവർക്ക് ഒട്ടും കറേജ് ഇല്ലാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. അവർ ശരിക്കും ഫെയിലിയർ ആയിരിക്കുകയാണ് ഈ ഒരു സമയത്ത്. നിങ്ങളോടുള്ള ഒരു സ്നേഹം അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ആ ഒരു ഫാമിലിയിലുള്ള ആളുകളോടും അതേ സ്നേഹമാണ് അവർക്കുള്ളത്. അപ്പോൾ ആ ഒരു ആളുകളുടെ അടുത്ത് ഇപ്പോൾ ഈ വ്യക്തി ഒരു കോംപ്രമൈസിൽ എത്തിയിരിക്കുകയാണ്. ആ ഓപ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോ ആരാണോ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ആവശ്യപ്പെടുന്നത് ആ ഒരു വ്യക്തികളോട് ഇപ്പോൾ ചേർന്ന് പോകാനായിട്ട് ഈ ഒരു വ്യക്തി തീരുമാനിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ അവരങ്ങനെ ചേർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോംപ്രമൈസ് ചെയ്ത് ഓക്കെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് ശരി, എൻ്റെ ലൈഫിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ പറയുള്ളൂ എന്ന് എനിക്കറിയാം എന്നൊരു രീതിയിൽ ഒരു മാനസിക ഒരു വൈകാരികപരമായി ചിന്തിച്ചുകൊണ്ട് ആ ഒരു രീതിയിൽ ഈ ഒരു വ്യക്തി മുന്നോട്ട് പോകുന്നു. നിങ്ങളോട് പക്ഷെ അവർക്കുള്ള ഒരു സ്നേഹം അവിടെ ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ നിങ്ങൾ കൊടുക്കുന്ന അതേ ഒരു ആഴത്തിലുള്ള ഒരു സ്നേഹം ഒന്നും തിരിച്ചു തരാനോ അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥയിൽ പെട്ടു നിൽക്കുന്ന ഒരവസ്ഥയിലുള്ള ഒരു പേഴ്സണെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നമുക്ക് മാസ്റ്റർ കാർഡ് വരുന്നത് 4 ഓഫ് സോഡ്സ് ആണ്. ഈ ഒരു പേഴ്സണ് വളരെയധികം പേടിയുണ്ട്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ ഇത്രയും നാൾ ഞാൻ ഈ ഒരു വ്യക്തിയുടെ കൂടെ വളരെ ജോയ്ഫുൾ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്ത് നടന്ന ഒരു വ്യക്തിയാണ്. പെട്ടെന്ന് ഞാൻ ഇട്ടിട്ട് പോന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഈ ഒരു സമയമൊക്കെ ഒന്ന് പാസ് ചെയ്ത് പോകുമോ അല്ലെങ്കിൽ ഇതിന്നൊക്കെ ഒന്ന് റിക്കവർ ആകുമോ, നിങ്ങൾ ഡിപ്രഷനിലേക്ക് പോകുമോ എന്നൊക്കെ ഓർത്ത് ഈ വ്യക്തി രാത്രി സമയങ്ങളിലൊക്കെ നിങ്ങളെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവർക്ക് ഒരു സമാധാനം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ് ഉള്ളത്. വളരെയധികം സ്ട്രെസ് ഫീലിംഗ് ആണ് ഇവർക്ക് ഉള്ളത് എന്നാണ് കാണുന്നത്. ഓക്കെ, അവര് എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ സ്നേഹം തിരിച്ചറിയാതെ പോകുന്നത് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണും. അപ്പോൾ നിങ്ങൾ ഇനി വിചാരിക്കുകയാണ് ഈ ഒരു തേർഡ് പാർട്ടി ഒന്നും ഇനി മാറിപ്പോകില്ല, ഞങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ വരില്ലേ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ മാസ്റ്റർ കാർഡ് നമുക്ക് അതിനൊരു സൊല്യൂഷൻ ആണ് പറഞ്ഞു തരുന്നത്. സൊല്യൂഷൻ, റൈറ്റ് സൊല്യൂഷൻ ടു ദ പ്രോബ്ലം. നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുക. നിങ്ങൾ
ബാഡായിട്ട് ചിന്തിക്കുന്നത് നിർത്തുക. നെഗറ്റീവായിട്ട് ഇനി അങ്ങനെ നടക്കില്ല എന്ന രീതിയിൽ ചിന്തിക്കാതിരിക്കുക. യൂണിവേഴ്സിന്റെ ഗൈഡൻസ് നിങ്ങളോടൊപ്പം എപ്പോഴും ആ ഒരു അനുഗ്രഹവും ബ്ലെസ്സിങ്ങും ഒക്കെ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഇതിനൊരു മാറ്റം ഉണ്ടാകും. പക്ഷെ നിങ്ങൾ ഒന്ന് കാമായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്നത് വ്യക്തിയെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊന്ന് കാമായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു റൈറ്റ് സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടും. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു റൈറ്റ് സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസും കൂടി ഒന്ന് എടുത്ത് നോക്കാം. ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് മോൾ ഓൺ റൈറ്റ് ഹാൻഡ്. റൈറ്റ് സൈഡിലെ കൈകളിലെ മറുകളുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. സെൻസ് ഓഫ് ഹ്യൂമർ നല്ലതായിട്ട് തമാശയൊക്കെ പറയുന്ന വ്യക്തികളായിരിക്കും. 48 hours എന്ന് പറയുന്ന പോസിബിലിറ്റിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഫെബ്രുവരി മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2002 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. നവംബർ മന്ത് കിട്ടുന്നുണ്ട്. 1984 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. അതുപോലെ സെൻസിറ്റീവ്, നിങ്ങളുടെ പേഴ്സണോ അല്ലെങ്കിൽ നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആകാനുള്ള ചാൻസ് ഉണ്ട്. 1995 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. പർപ്പിൾ കളർ ആയിരിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള കളർ എന്ന് വിചാരിക്കുന്നു. അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1980 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 2 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ സി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടീച്ചർ എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. 1998 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടുന്നുണ്ട്. 1977 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 23 കിട്ടുന്നുണ്ട്. സോഷ്യൽ മീഡിയ, ഓക്കെ, സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടവരൊക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 50 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2005 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 777 എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലോങ് ഹെയർ ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ. നമ്പർ 32 കിട്ടുന്നുണ്ട്. 1990 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ലെറ്റർ കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഹോണസ്റ്റ്, നിങ്ങളുടെ പേഴ്സൺ വളരെ സത്യസന്ധനായ ഒരു വ്യക്തിയാകാനുള്ള ചാൻസ് ഉണ്ട്. ഓറഞ്ച് കളർ, ഓക്കെ. ടുമോറോ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 39 കിട്ടുന്നുണ്ട്. യെസ്, പോസിബിൾ. നിങ്ങൾ എന്ത് വിചാരിച്ചിട്ടാണോ ഈ ഒരു റീഡിങ് കണ്ടത് ആ ഒരു കാര്യം പോസിബിൾ ആണ് എന്നാണ് പറയുന്നത്. ലെറ്റർ എഫ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1983 എന്ന് പറയുന്ന ഒരു വർഷവും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റിസനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.